വചനവയൽ ഒരുക്കുന്ന 2025 ലോഗോസ് ക്വിസ് പഠന പരമ്പരയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പഠനഭാഗം വിശുദ്ധ ലൂക്ക 17 മുതൽ 24 വരെയും പ്രഭാഷകൻ 41 മുതൽ 50 വരെയും ന്യായാധിപന്മാർ 11 മുതൽ 21 വരെയും വിശുദ്ധ പൗലോസ് എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 1 മുതൽ 6 വരെയുമാണ്. വചനവയലിലെ ലോഗോസ് ക്ലബിൽ അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും സിലബസിന്റെ അടിസ്ഥാനത്തിലും 100 കണക്കിന് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ലഭിക്കുന്നതാണ്. വചനവയൽ ക്വിസ് പ്ലാറ്റ്ഫോമിൽ എല്ലാ ഞായറാഴ്ചയും രാത്രി 9:30 മോഡൽ ചോദ്യങ്ങൾ ലഭിക്കുന്നതാണ്. www.vajanavayal.com എന്ന സൈറ്റിലും ഗൂഗിൾ പ്ലേ സ്റ്റോറിലും വചനവയൽ ആപ്പ് ലഭിക്കും. ഇന്നത്തെ പഠന ഭാഗത്തിലെ 1-ാം ചോദ്യം: ആകാശത്തിന് സൗന്ദര്യമാകുന്നത് എന്താണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, നക്ഷത്രങ്ങളുടെ ശോഭ. ക്വസ്റ്റ്യൻ നമ്പർ 2: അത്യുന്നത ദൈവത്തിൻ്റെ കൽപ്പനകൾ നിരസിച്ച ദൈവഭയമില്ലാത്ത ജനമേ, നിങ്ങൾക്ക് എന്താണെന്ന് പ്രഭാഷകൻ 41 പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, കഷ്ടം. ക്വസ്റ്റ്യൻ നമ്പർ 3: ദൈവം ലോഹിയിലുള്ള പൊള്ളയായ ഒരു സ്ഥലം തുറന്നു, അതിൽ നിന്ന് ജലം ഡാഷ്. അവൻ വെള്ളം കുടിച്ച് ഊർജ്ജസ്വലനായി, അതുകൊണ്ട് അതിന് എൻഹക്കോർ എന്ന് പേര് കിട്ടി. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, പുറപ്പെട്ടു. ക്വസ്റ്റ്യൻ നമ്പർ 4: ന്യായാധിപന്മാർ 11-ാം അധ്യായം 6-ാം വാക്യത്തിൽ അമ്മോന്യരിൽ നിന്ന് ഇസ്രായേലിനെ വിടുവിക്കാൻ യഹോവ ഉയർത്തിയ ന്യായാധിപൻ ആരായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ജഫ്ത. ക്വസ്റ്റ്യൻ നമ്പർ 5: ഒരു വലിയ ജനക്കൂട്ടവും ഡാഷ് മുറവിളി കൂട്ടുകയും ചെയ്തിരുന്ന സ്ത്രീകളുടെ സമൂഹവും യേശുവിൻ്റെ പിന്നാലെ പോയിരുന്നു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, കരയുകയും. ക്വസ്റ്റ്യൻ നമ്പർ 6: വേറൊരുവൻ വന്ന് പറഞ്ഞു, യജമാനനെ, ഞാൻ തുണിയിൽ പൊതിഞ്ഞ് സൂക്ഷിച്ചിരുന്ന നിന്റെ ഡാഷ് ഇതാ. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, നാണയം. ക്വസ്റ്റ്യൻ നമ്പർ 7: സഭ ക്രിസ്തുവിന് വിധേയമായിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് എന്തായിരിക്കണം? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, വിധേയരായിരിക്കണം. ക്വസ്റ്റ്യൻ നമ്പർ 8: പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ എന്തിനെ ഞാൻ സമർപ്പിക്കുന്നു എന്നാണ് യേശു ഉച്ചത്തിൽ നിലവിളിച്ചത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, ആത്മാവിനെ. ക്വസ്റ്റ്യൻ നമ്പർ 9: ഏത് തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് അവിടുന്ന് നിങ്ങളെ വിളിച്ചിരിക്കുന്നത് എന്നറിയാനും വിശുദ്ധർക്ക് അവകാശമായി അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിന് സമൃദ്ധി മനസ്സിലാക്കാനും നിങ്ങളുടെ എന്തിനെ പ്രകാശിപ്പിക്കട്ടെ എന്നാണ് പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ആന്തരിക നേത്രങ്ങളെ. ക്വസ്റ്റ്യൻ നമ്പർ 10: ആ തിമ്നാക്കാരൻ്റെ മരുമകനായ ഡാഷ് അവൻ്റെ ഭാര്യയെ അമ്മായിയപ്പൻ അവൻ്റെ കൂട്ടുകാരന് കൊടുത്തത് കൊണ്ട് ചെയ്തതാണിത്? ന്യായാധിപന്മാർ 15 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, സാംസൺ. ക്വസ്റ്റ്യൻ നമ്പർ 11: അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സദാസമയവും എവിടെ കഴിഞ്ഞുകൂടി? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ദേവാലയത്തിൽ. ക്വസ്റ്റ്യൻ നമ്പർ 12: നിങ്ങളുടെയും അവരുടെയും യജമാനൻ സ്വർഗത്തിലുണ്ടെന്നും അവിടത്തേക്ക് എന്ത് നോട്ടമില്ലെന്നും അറിയുവിൻ. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, മുഖം. ക്വസ്റ്റ്യൻ നമ്പർ 13:
ഇസ്രായേലിൽ രാജവാഴ്ച ഇല്ലാതിരുന്ന അക്കാലത്ത് എഫ്രായിം മലനാട്ടിലെ ഡാഷ് വന്ന് താമസിച്ചിരുന്ന ഒരു ലേവ്യൻ യൂദായിലെ ഒരു ബേത്ലഹേംകാരിയെ ഉപനാരിയെ സ്വീകരിച്ചു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഉൾപ്രദേശങ്ങളിൽ. ക്വസ്റ്റ്യൻ നമ്പർ 14. അതാ ഒരു വൃദ്ധൻ ഡാഷ് വേല കഴിഞ്ഞ് മടങ്ങി വരുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, വയലിലെ. ക്വസ്റ്റ്യൻ നമ്പർ 15. പൊടിയിൽ നിന്നും വന്നവൻ എന്തിലേക്ക് മടങ്ങുന്നു? ദൈവഭയമില്ലാത്തവൻ ശാപത്തിൽ നിന്ന് നാശത്തിലേക്ക് പോകുന്നു. പ്രഭാഷകൻ 41 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, പൊടിയിലേക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 16. ഇസ്രായേൽ മിസ്പായിലേക്ക് പോയിരിക്കുന്നുവെന്ന് ബെഞ്ചമിൻ ഗോത്രക്കാർ കേട്ടു. ഇത്ര വലിയ ദുഷ്ടത എങ്ങനെ സംഭവിച്ചുവെന്ന് ഞങ്ങളോട് പറയുക എന്ന് ഡാഷ് ജനം ആവശ്യപ്പെട്ടു. ന്യായാധിപന്മാർ 20 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഇസ്രായേൽ. ക്വസ്റ്റ്യൻ നമ്പർ 17. ഇസ്രായേലിന്റെ ഡാഷ് ഇസ്രായേലിൽ ഒരു ഗോത്രം ഇല്ലാതാക്കത്തക്കവണ്ണം ഈ നാശം അനുഭവിച്ചത് എന്തുകൊണ്ട്? പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ദൈവമായ കർത്താവേ. ക്വസ്റ്റ്യൻ നമ്പർ 18. ആയിടെ ചത്ത ഒരു കഴുതയുടെ താടിയിൽ കിടക്കുന്നത് അവൻ കണ്ടു. അതെടുത്ത് അവൻ ഡാഷ് പേരെ അതുകൊണ്ട് കൊന്നു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, 1000. ക്വസ്റ്റ്യൻ നമ്പർ 19. കാഴ്ച കാണാൻ കൂടിയിരുന്ന ആരാണ് ഇതെല്ലാം കണ്ട് മാറത്തടിച്ചുകൊണ്ട് തിരിച്ചു പോയത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ജനക്കൂട്ടം. ക്വസ്റ്റ്യൻ നമ്പർ 20. ഏത് ജനം വീണ്ടും കർത്താവിന്റെ മുൻപിൽ തിന്മ ചെയ്തു? അവിടുന്ന് അവരെ 40 വർഷത്തേക്ക് ഫിലിസ്ത്യരുടെ കൈകളിൽ ഏൽപ്പിച്ചു. ന്യായാധിപന്മാർ 13 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഇസ്രായേൽ. ക്വസ്റ്റ്യൻ നമ്പർ 21. അവരോടൊപ്പം ഭക്ഷണത്തിനിരുന്നപ്പോൾ യേശു എന്തെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, അപ്പം. ക്വസ്റ്റ്യൻ നമ്പർ 22. അവർ അതിനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. തങ്ങളുടെ വസ്ത്രങ്ങൾ എന്തിൻ്റെ പുറത്ത് വിരിച്ച് അവർ യേശുവിനെ ഇരുത്തി? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, കഴുതക്കുട്ടിയുടെ. ക്വസ്റ്റ്യൻ നമ്പർ 23. ഇസ്രായേലിന്റെ മകനും തങ്ങളുടെ ഗോത്രപിതാവുമായ ദാനിന്റെ പേര് ആ സ്ഥലത്തിന് അവർ നൽകി. ലായിഷ് എന്നായിരുന്നു അതിന് ആദ്യത്തെ എന്ത്? ന്യായാധിപന്മാർ 18 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, പേര്. ക്വസ്റ്റ്യൻ നമ്പർ 24. എപ്രകാരം എപ്പോഴും പ്രാർത്ഥിക്കണം എന്നാണ് ലൂക്ക 18 അധ്യായം 1 പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ഭഗ്നാശരാകാതെ. ക്വസ്റ്റ്യൻ നമ്പർ 25. ഇസ്രായേലിന്റെ മകനും തങ്ങളുടെ ഗോത്രപിതാവുമായ ദാനിന്റെ പേർ ആ സ്ഥലത്തിന് അവർ നൽകി. ലായിഷ് എന്നായിരുന്നു അതിന്റെ ആദ്യത്തെ ഡാഷ്. ന്യായാധിപന്മാർ 18 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, പേര്. ക്വസ്റ്റ്യൻ നമ്പർ 26. ഇസ്രായേൽ ജനം വീണ്ടും കർത്താവിന്റെ മുൻപിൽ തിന്മ ചെയ്തു. അവിടുന്ന് അവരെ 40 വർഷത്തേക്ക് ഫിലിസ്ത്യരുടെ എവിടെ ഏൽപ്പിച്ചു? ന്യായാധിപന്മാർ 13 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, കൈകളിൽ. ക്വസ്റ്റ്യൻ നമ്പർ 27. പുരുഷന്മാരെയും സ്ത്രീകളെയും കൊണ്ട് എന്ത് നിറഞ്ഞിരുന്നു? ന്യായാധിപന്മാർ 16 പറയുന്നത്. ശരിയായ ഉത്തരം
ഓപ്ഷൻ എ കെട്ടിടം. ക്വസ്റ്റ്യൻ നമ്പർ 28. ഇസ്രായേലിൽ രാജവാഴ്ച ഇല്ലാതിരുന്ന അക്കാലത്ത് ഡാഷ് മലനാട്ടിലെ ഉൾപ്രദേശങ്ങളിൽ വന്ന് താമസിച്ചിരുന്ന ഒരു ലേവ്യൻ യൂദായിലെ ഒരു ബേത്ലഹേംകാരിയെ ഉപനാരിയെ സ്വീകരിച്ചു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി എഫ്രായിം. ക്വസ്റ്റ്യൻ നമ്പർ 29. അവർ സായാഹ്നം വരെ കർത്താവിന് മുൻപിൽ കരഞ്ഞു. ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ഇസ്രായേൽക്കാർ. ക്വസ്റ്റ്യൻ നമ്പർ 30. പരദൂഷണം ആവർത്തിക്കുന്നതിലും രഹസ്യം വെളിപ്പെടുത്തുന്നതിലും എന്ത് ചെയ്യുക? പ്രഭാഷകൻ 41 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ലജ്ജിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 31. അവനിലുള്ള എന്ത് മൂലമാണ് ആത്മധൈര്യവും ദൈവത്തെ സമീപിക്കാൻ സാധിക്കുമെന്ന പ്രത്യാശയും നമുക്കുള്ളത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി വിശ്വാസം. ക്വസ്റ്റ്യൻ നമ്പർ 32. മോശയുടെ പുത്രനായ ഗർഷോമിന്റെ പുത്രൻ ജോനാഥാനും പുത്രന്മാരും പ്രവാസകാലം വരെ ദാൻ ഗോത്രത്തിന് ആരായിരുന്നു? ന്യായാധിപന്മാർ 18 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി പുരോഹിതന്മാർ. ക്വസ്റ്റ്യൻ നമ്പർ 33. യേശു ജെറിക്കോയെ സമീപിച്ചപ്പോൾ ഒരു കുരുടൻ എവിടെയിരുന്ന് ഭിക്ഷ യാചിക്കുന്നുണ്ടായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി വഴിയരികിൽ. ക്വസ്റ്റ്യൻ നമ്പർ 34. അക്കാലത്താണ് ആര് ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വന്നത്? ന്യായാധിപന്മാർ 11 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി അമോന്യർ. ക്വസ്റ്റ്യൻ നമ്പർ 35. ജഫ്ത തൻ്റെ വീട്ടിലേക്ക് വന്നു. അതാ അവൻ്റെ മകൾ തപ്പുകൊട്ടി നൃത്തം വെച്ച് അവനെ എതിരേൽക്കാൻ വരുന്നു. അവൾ അവൻ്റെ ഡാഷ് ആയിരുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ഏക സന്താനമായിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 36. വ്യാജം വെടിഞ്ഞ് എല്ലാവരും തങ്ങളുടെ അയൽക്കാരോട് എന്ത് സംസാരിക്കണം? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ സത്യം. ക്വസ്റ്റ്യൻ നമ്പർ 37. മരണമേ, ദരിദ്രനും ശക്തിയെ ക്ഷയിച്ചവനും വൃദ്ധനും അല്ലൽ നിറഞ്ഞവനും സഹിഷ്ണുത നഷ്ടപ്പെട്ട് സദാ ഡാഷ് പ്രകടിപ്പിക്കുന്നവനും നിന്റെ വിധി എത്രയോ സ്വാഗതാർഹം. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി നീരസം. ക്വസ്റ്റ്യൻ നമ്പർ 38. അത്യുന്നതനെ എന്ത് നിരസിക്കാൻ ആർക്ക് കഴിയും? പ്രഭാഷകൻ 41 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ഹിതം. ക്വസ്റ്റ്യൻ നമ്പർ 39. ഡാഷ് ഇസ്രായേൽ ഗോത്രങ്ങളിലെ നേതാക്കന്മാരും ദൈവജനത്തിന്റെ സഭയിൽ ഹാജരായി. ന്യായാധിപന്മാർ 20 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ജനപ്രമാണികളും. ക്വസ്റ്റ്യൻ നമ്പർ 40. അബ്രഹാം പരീക്ഷിക്കപ്പെട്ടപ്പോൾ അവൻ എന്താണ് തെളിയിച്ചത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി വിശ്വസ്തത. ക്വസ്റ്റ്യൻ നമ്പർ 41. ദൈവത്തെ ഭയപ്പെടുകയോ ആരെ മാനിക്കുകയോ ചെയ്യാത്ത ഒരു ന്യായാധിപൻ ഒരു പട്ടണത്തിൽ ഉണ്ടായിരുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി മനുഷ്യരെ. ക്വസ്റ്റ്യൻ നമ്പർ 42. ഇസ്രായേലിലെ മറ്റു ഗോത്രങ്ങൾക്കിടയിൽ ഒരു എന്ത് അന്ന് വരെ അവർക്ക് അവകാശമായി ലഭിച്ചിരുന്നില്ല? ന്യായാധിപന്മാർ 18 പറയുന്നത്.
ശരിയായ ഉത്തരം ഓപ്ഷൻ ബി സ്ഥലം. ക്വസ്റ്റ്യൻ നമ്പർ 43. ജഫ്ത ഇസ്രായേലിൽ 6 വർഷം ന്യായപാലനം നടത്തി. ഗിലെയാദുകാരനായ ജഫ്ത മരിച്ചു. സ്വന്തം പട്ടണമായ ഗിലെയാദിൽ എന്ത് ചെയ്തു? ന്യായാധിപന്മാർ 12 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി അടക്കപ്പെട്ടു. ക്വസ്റ്റ്യൻ നമ്പർ 44. നിങ്ങൾ ശാപത്തിലേക്കാണ് ഡാഷ് മരണത്തിലും ശാപമാണ് നിങ്ങളുടെ വിധി. പ്രഭാഷകൻ 40 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ജനിച്ചത്. ക്വസ്റ്റ്യൻ നമ്പർ 45. അഗ്നി പോലെ പ്രത്യക്ഷപ്പെട്ട പ്രവാചകൻ ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ ഏലിയ. ക്വസ്റ്റ്യൻ നമ്പർ 46. സംപൂജ്യരായ ന്യായാധിപന്മാരുടെ നാമം ആരിലൂടെ ജീവിക്കട്ടെ എന്നാണ് പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി പുത്രന്മാരിലൂടെ. ക്വസ്റ്റ്യൻ നമ്പർ 47. ജഫ്ത ഇസ്രായേലിൽ 6 വർഷം ന്യായപാലനം നടത്തി. ഗിലെയാദുകാരനായ ആര് മരിച്ചു? സ്വന്തം പട്ടണമായ ഗിലെയാദിൽ അടക്കപ്പെട്ടു. ന്യായാധിപന്മാർ 12 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ജഫ്ത. ക്വസ്റ്റ്യൻ നമ്പർ 48. കഴുതകൾക്ക് വേണ്ട പുല്ലും വൈക്കോലും ഈ ദാസനും ദാസിക്കും ഈ ഡാഷ് വേണ്ട അപ്പവും വീഞ്ഞും ഞങ്ങളുടെ കൈവശമുണ്ട്. ഒന്നിനും കുറവില്ല. ന്യായാധിപന്മാർ 19 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ചെറുപ്പക്കാരനും. ക്വസ്റ്റ്യൻ നമ്പർ 49. പങ്കാളിയും സഹയാത്രികനുമായി എന്ത് തീർക്കുക? പ്രഭാഷകൻ 42 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി കണക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 50. ദൈവം ലോഹിയിലുള്ള പൊള്ളയായ ഒരു സ്ഥലം തുറന്നു. അതിൽ നിന്ന് ഡാഷ് പുറപ്പെട്ടു. അവൻ വെള്ളം കുടിച്ച് ഊർജ്ജസ്വലനായി. അതുകൊണ്ട് അതിന് എൻഹക്കോർ എന്ന് പേര് കിട്ടി. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ജലം. ക്വസ്റ്റ്യൻ നമ്പർ 51. അവൻ അവരോട് പറഞ്ഞു, പീഡ അനുഭവിക്കുന്നതിന് മുമ്പ് നിങ്ങളോടുകൂടെ ഈ ഡാഷ് ഭക്ഷിക്കുന്നതിന് ഞാൻ അത്യധികം ആഗ്രഹിച്ചു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി പെസഹ. ക്വസ്റ്റ്യൻ നമ്പർ 52. എങ്കിലും ഈ വിധവ എന്നെ ശല്യപ്പെടുത്തുന്നത് കൊണ്ട് ഞാൻ അവൾക്ക് നീതി നടത്തി കൊടുക്കും. അല്ലെങ്കിൽ അവൾ കൂടെ കൂടെ വന്ന് എന്നെ ഡാഷ്. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ അസഹ്യപ്പെടുത്തും. ക്വസ്റ്റ്യൻ നമ്പർ 53. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. അവൻ്റെ തലയിൽ ക്ഷൗരക്കത്തി തൊടരുത്. അവൻ ജനനം മുതൽ ദൈവത്തിന് നാസ്യവ്രതക്കാരനായിരിക്കും. അവൻ ഡാഷ് കയ്യിൽ നിന്ന് ഇസ്രായേലിനെ വിടുവിക്കുവാൻ ആരംഭിക്കും. ന്യായാധിപന്മാർ 13 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ ഫിലിസ്ത്യരുടെ. ക്വസ്റ്റ്യൻ നമ്പർ 54. എഫ്രൈംകാരോട് എതിർത്ത് ഗിലെയാദുകാർ ജോർദാന്റെ കടവുകൾ എന്ത് ചെയ്തു? ന്യായാധിപന്മാർ 12 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി പിടിച്ചെടുത്തു. ക്വസ്റ്റ്യൻ നമ്പർ 55. ഡാഷ് രാജവാഴ്ച ഇല്ലാതിരുന്ന അക്കാലത്ത് എഫ്രായിം മലനാട്ടിലെ ഉൾപ്രദേശങ്ങളിൽ വന്ന് താമസിച്ചിരുന്ന ഒരു ലേവ്യൻ യൂദായിലെ ഒരു ബേത്ലഹേംകാരി ഉപനാരിയെ സ്വീകരിച്ചു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ ഇസ്രായേലിൽ. ക്വസ്റ്റ്യൻ നമ്പർ 56.
നമ്മുടെ കർത്താവായ ദൈവത്തിൽ നിന്നും കർത്താവായ ഡാഷ് നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, യേശുക്രിസ്തുവിൽ. ക്വസ്റ്റ്യൻ നമ്പർ 57. രുചികരമായ വിഭവങ്ങൾ ആസ്വദിക്കാൻ ആരോഗ്യമുള്ളവന് നിന്നെപ്പറ്റി ഓർക്കുന്നത് എത്ര അരോചകമാണ്. ആരെക്കുറിച്ചാണ് ഇത് പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, മരണം. ക്വസ്റ്റ്യൻ നമ്പർ 58. യേശു എവിടെ പ്രവേശിച്ചപ്പോഴാണ് അകലെ നിന്നിരുന്ന 10 കുഷ്ഠരോഗികൾ അവനെ കണ്ടത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ഒരു ഗ്രാമത്തിൽ. ക്വസ്റ്റ്യൻ നമ്പർ 59. മിസ്ബായിൽ ആരുടെ മുൻപാകെ വരാത്തവനെ കൊന്നു കളയണമെന്ന് അവർ ദൃഢപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു? ന്യായാധിപന്മാർ 21 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, കർത്താവിൻ്റെ. ക്വസ്റ്റ്യൻ നമ്പർ 60. ആര് ക്രിസ്തുവിന് വിധേയമായിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയമായിരിക്കണം? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, സഭ. ക്വസ്റ്റ്യൻ നമ്പർ 61. ഫിലിസ്തീനയുടെ കാലത്ത് എത്ര വർഷം സാംസൺ ഇസ്രായേലിൽ ന്യായാധിപനായിരുന്നു? ന്യായാധിപന്മാർ 15 നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, 20. ക്വസ്റ്റ്യൻ നമ്പർ 62. യൂദായിലെ ബേത്ലഹേമിൽ യൂദാവംശജനായ ആരുണ്ടായിരുന്നു? അവിടെ വന്ന് പാർത്ത ഒരു ലേവ്യർ. ന്യായാധിപന്മാർ 17 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ഒരു യുവാവ്. ക്വസ്റ്റ്യൻ നമ്പർ 63. സജ്ജീകൃതമായ ഒരു വലിയ എന്ത് അവൻ നിങ്ങൾക്ക് കാണിച്ചു തരും? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, മാളികമുറി. ക്വസ്റ്റ്യൻ നമ്പർ 64. ഡാഷ് ഗിലെയാദിലെ ശ്രേഷ്ഠന്മാരോട് ചോദിച്ചു, നിങ്ങൾ എന്നെ വെറുക്കുകയും എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ നിന്ന് അടിച്ചിറക്കുകയും ചെയ്തില്ലേ? പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, ജഫ്ത. ക്വസ്റ്റ്യൻ നമ്പർ 65. എന്നാൽ അവൻ രാജപദവി സ്വീകരിച്ച് തിരിച്ചു വന്നു. താൻ പണം ഏൽപ്പിച്ചിരുന്ന ഡാഷ് വ്യാപാരം ചെയ്ത് എന്ത് സമ്പാദിച്ചുവെന്ന് അറിയുന്നതിന് അവരെ വിളിക്കാൻ അവൻ കൽപ്പിച്ചു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഭൃത്യന്മാർ. ക്വസ്റ്റ്യൻ നമ്പർ 66. എന്തിൻ്റെ പടത്തൊപ്പി അണിയുകയും ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാൾ എടുക്കുകയും ചെയ്യുവിൻ? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, രക്ഷയുടെ. ക്വസ്റ്റ്യൻ നമ്പർ 67. എത്ര പേർ മരുഭൂമിയിൽ റിമോൺ പാറയിലേക്ക് ഓടി രക്ഷപ്പെട്ടു? ന്യായാധിപന്മാർ 20 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, 600. ക്വസ്റ്റ്യൻ നമ്പർ 68. സഭ ക്രിസ്തുവിന് വിധേയമായിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ആർക്ക് വിധേയമായിരിക്കണം? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ഭർത്താക്കന്മാർക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 69. യേശു എന്ത് വെച്ച് അനുഗ്രഹിക്കേണ്ടതിന് ശിശുക്കളെ അവൻ്റെ അടുത്ത് അവർ കൊണ്ടുവന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, കൈകൾ. ക്വസ്റ്റ്യൻ നമ്പർ 70. സമയമായപ്പോൾ മുന്തിരിപ്പഴങ്ങളിൽ നിന്ന് എന്ത് ലഭിക്കേണ്ടതിന് അവൻ ഒരു ഭൃത്യനെ കൃഷിക്കാരുടെ അടുത്തേക്ക് അയച്ചത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഓഹരി. ക്വസ്റ്റ്യൻ നമ്പർ 71.
കവിണയിൽ കല്ല് ചേർത്ത് കരമുയർത്തിയപ്പോൾ ആരുടെ അഹങ്കാരമാണ് ദാവീദ് തകർത്തത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, ഗോലിയാത്തിന്റെ. ക്വസ്റ്റ്യൻ നമ്പർ 72. ആര് മാതാപിതാക്കന്മാരോട് കൂടെ തിമ്നായിലേക്ക് പോയി? അവിടെ ഒരു മുന്തിരിത്തോപ്പിലെത്തിയപ്പോൾ ഒരു സിംഹക്കുട്ടി അവന്റെ നേരെ അലറി വന്നു. ന്യായാധിപന്മാർ 14 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, സാംസൺ. ക്വസ്റ്റ്യൻ നമ്പർ 73. ഉപദേശങ്ങൾ പാലിച്ച് സമാധാനത്തിൽ വർത്തിക്കുവിൻ. ആരോടാണ് പ്രഭാഷകൻ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, കുഞ്ഞുങ്ങളോട്. ക്വസ്റ്റ്യൻ നമ്പർ 74. എഫ്രൈംകാരോട് എതിർത്ത് ഗിലെയാദുകാർ ഡാഷ് കടവുകൾ പിടിച്ചെടുത്തു. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ജോർദാന്റെ. ക്വസ്റ്റ്യൻ നമ്പർ 75. ഇനി ഒരിക്കലും വ്യർത്ഥ ചിന്തയിൽ കഴിയുന്ന ആരെ പോലെ ജീവിക്കരുത് എന്നാണ് പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, വിജാതീയരെ പോലെ. ക്വസ്റ്റ്യൻ നമ്പർ 76. ആരെ കൊണ്ട് ഉഴുതിയില്ലായിരുന്നെങ്കിൽ കടംകഥയുടെ സാരം നിങ്ങൾ മനസ്സിലാക്കുകയില്ലായിരുന്നു എന്നാണ് സാംസൺ പറഞ്ഞത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, എൻ്റെ പശുക്കിടാവിനെ. ക്വസ്റ്റ്യൻ നമ്പർ 77. ആ തിമ്നാക്കാരൻ്റെ മരുമകനായ സാംസൺ അവൻ്റെ ഭാര്യയെ അമ്മായിയപ്പൻ അവൻ്റെ ഡാഷ് കൊടുത്തത് കൊണ്ട് ചെയ്തതാണിത്. ന്യായാധിപന്മാർ 15 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, കൂട്ടുകാരന്. ക്വസ്റ്റ്യൻ നമ്പർ 78. അഹറോന്റെ ഓഹരിയും അവകാശവും ആര് തന്നെയാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, കർത്താവ്. ക്വസ്റ്റ്യൻ നമ്പർ 79. പാപികളുടെ പിൻതലമുറ എന്തിന് പാത്രമാകും എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, നിത്യനിന്ദയ്ക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 80. ഇസ്രായേലിന് മകനും തങ്ങളുടെ ഗോത്രപിതാവുമായ ദാനിന്റെ പേർ ആ ഡാഷ് അവർ നൽകി. ലായിഷ് എന്നായിരുന്നു അതിൻ്റെ ആദ്യത്തെ പേര്. ന്യായാധിപന്മാർ 18 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, സ്ഥലത്തിന്. ക്വസ്റ്റ്യൻ നമ്പർ 81. സൽകീർത്തി എത്ര സ്വർണ്ണ നിക്ഷേപത്തെക്കാൾ അക്ഷയമാണെന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, 1000. ക്വസ്റ്റ്യൻ നമ്പർ 82. കർത്താവിന്റെ ആത്മാവ് സാംസണിൽ പ്രവർത്തിച്ചു തുടങ്ങിയത് എവിടെ വെച്ച്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, മഹനേദോനിൽ. ക്വസ്റ്റ്യൻ നമ്പർ 83. സാംസൺ പാതിര വരെ കിടന്നു. പിന്നെ എഴുന്നേറ്റ് പട്ടണ പടിപ്പുരയുടെ ഡാഷ് കട്ടിളക്കാലോടുകൂടെ പറിച്ചെടുത്ത് തോളിൽ വെച്ച് ഹെബ്രോന്റെ മുൻപിലുള്ള മലമുകളിലേക്ക് പോയി. ന്യായാധിപന്മാർ 16 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, വാതിൽ. ക്വസ്റ്റ്യൻ നമ്പർ 84. അവൻ കൈകൾ വെച്ച് അനുഗ്രഹിക്കേണ്ടതിന് ശിശുക്കളെ അവൻ്റെ അടുത്ത് അവർ കൊണ്ടുവന്നു. അവൻ്റെ ഡാഷ് ഇത് കണ്ടപ്പോൾ അവരെ ശകാരിച്ചു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ശിഷ്യന്മാർ. ക്വസ്റ്റ്യൻ നമ്പർ 85. സഹോദരന്മാർക്ക് നേതാവും ജനത്തിന് അഭിമാനവുമായിരുന്ന പ്രധാന പുരോഹിതൻ ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ,
ഷിമയോൻ. ക്വസ്റ്റ്യൻ നമ്പർ 86. ഓരോരുത്തരും താങ്കളുടെ ഗോത്രങ്ങളിലേക്കും ഭവനത്തിലേക്കും പിന്നെ എവിടേക്കുമാണ് പോയത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, അവകാശ ഭൂമിയിലേക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 87. അവൻ്റെ ആരുമായി ബന്ധപ്പെടുന്നതിലും ലജ്ജിക്കുക, അവളുടെ കിടക്കയെ സമീപിക്കരുത്. പ്രഭാഷകൻ 41 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ദാസിയുമായി. ക്വസ്റ്റ്യൻ നമ്പർ 88. ആരായ 18,000 ബെഞ്ചമിൻ ഗോത്രക്കാർ നിലം പതിച്ചു? ന്യായാധിപന്മാർ 20 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, യുദ്ധവീരന്മാരായ. ക്വസ്റ്റ്യൻ നമ്പർ 89. മനോവയുടെ പ്രാർത്ഥന ദൈവം കേട്ടു. വയലിലായിരിക്കുമ്പോൾ ദൈവദൂതൻ വീണ്ടും ഡാഷ് അടുത്തു വന്ന് ഭർത്താവായ മനോവ അവളോട് കൂടെ ഉണ്ടായിരുന്നില്ല. ന്യായാധിപന്മാർ 13 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, സ്ത്രീയുടെ. ക്വസ്റ്റ്യൻ നമ്പർ 90. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവെ, ഇസ്രായേലിൽ ഒരു ഗോത്രം ഇല്ലാതാക്കത്തക്ക വണ്ണം ഈ ഡാഷ് വന്നു ഭവിച്ചത് എന്തുകൊണ്ട്? പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, നാശം. ക്വസ്റ്റ്യൻ നമ്പർ 91. എന്തുവഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണം എന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരുപാകി അടിയുറയ്ക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നാണ് പൗലോസ് പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, വിശ്വാസം. ക്വസ്റ്റ്യൻ നമ്പർ 92. ആ ചുങ്കക്കാരനാകട്ടെ ദൂരെ നിന്ന് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ പോലും ധൈര്യപ്പെടാതെ മാറത്തടിച്ചുകൊണ്ട് ദൈവമേ ഡാഷ് എന്നിൽ കനിയണമേ എന്ന് പ്രാർത്ഥിച്ചു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, പാപിയായ. ക്വസ്റ്റ്യൻ നമ്പർ 93. നിങ്ങളുടെ ആധാരങ്ങളിൽ നിന്ന് എന്തു പുറപ്പെടരുത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, തിന്മയുടെ വാക്കുകൾ. ക്വസ്റ്റ്യൻ നമ്പർ 94. എന്ത് വെളിപ്പെടുത്തുന്നതിൽ ലജ്ജിക്കണം എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, രഹസ്യം. ക്വസ്റ്റ്യൻ നമ്പർ 95. അത് കേട്ട് യേശു പറഞ്ഞു, ഇനിയും നിനക്ക് ഒരു കുറവുണ്ട്. നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് ഡാഷ് ഉണ്ടാകും. അനന്തരം വന്നെന്നെ അനുഗമിക്കുക. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, നിക്ഷേപം. ക്വസ്റ്റ്യൻ നമ്പർ 96. കുറെ നാളത്തേക്ക് അവൻ അത് ഗൗനിച്ചില്ല. പിന്നീട് അവൻ ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ ദൈവത്തെ ഡാഷ് മനുഷ്യരെ മാനിക്കുകയോ ചെയ്യുന്നില്ല. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഭയപ്പെടുകയോ. ക്വസ്റ്റ്യൻ നമ്പർ 97. നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സത്പ്രവൃത്തികൾക്കായി ആരിലാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, യേശുക്രിസ്തുവിൽ. ക്വസ്റ്റ്യൻ നമ്പർ 98. ജഫ്ത തന്റെ സഹോദരന്മാരിൽ നിന്ന് ഓടിപ്പോയി ഡാഷ് എന്ന സ്ഥലത്ത് ചെന്ന് താമസിച്ചു. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, തോബ്. ക്വസ്റ്റ്യൻ നമ്പർ 99. 9-ാം മണിക്കൂർ വരെ ഭൂമി മുഴുവൻ എന്ത് വ്യാപിച്ചു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, അന്ധകാരം. ക്വസ്റ്റ്യൻ നമ്പർ 100. നിന്നെ കണ്ടവരും നിന്നെ ഡാഷ് പാത്രമായവരും അനുഗ്രഹീതർ ജീവിക്കും. പ്രഭാഷകൻ 48-ാം അധ്യായം 11-ാം വാക്യത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, സ്നേഹത്തിന്. നന്ദി എന്നതാണ്.
ഇന്നത്തെ പഠനഭാഗത്തിലെ പോലെ 100 ചോദ്യങ്ങളുടെ ആയിരക്കണക്കിന് സെറ്റ് ചോദ്യോത്തരങ്ങൾ വചനമായ ലോഗോസ് ക്ലബ് അംഗത്വമുള്ളവർക്ക് ലോഗോസ് ക്ലബിൽ നിന്നും ലഭിക്കുന്നതാണ്. കൂടാതെ അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും 100 കണക്ക് സെറ്റ് ചോദ്യോത്തരങ്ങൾ ചെയ്തു പഠിക്കുവാൻ ലോഗോസ് ക്ലബിൽ അംഗത്വം സഹായിക്കുന്നു. ഇപ്രകാരം വചനവയൽ ആപ്പിൽ മാസ, വാർഷിക, ലൈഫ് അംഗത്വം എടുത്ത് എക്കാലത്തെയും ലോഗോസ് ക്വിസിന് ഒരുങ്ങുവാൻ അസുലഭമായ സന്ദർഭം. ഏവർക്കും വചനവയൽ ആപ്പിലേക്ക് സ്വാഗതം.